ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേ മതിയാവും. ആദ്യം ഈ സ്വാമിജിയോടൊന്ന് പോയി ചോദിച്ചേക്കാം. നമസ്കാരം സ്വാമി. നമസ്കാരം. ഒരു ധർമ്മസങ്കടം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ മോനെ. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ദൈവത്തിനോട് ചോദിച്ചാൽ നടക്കുമല്ലോ അല്ലേ? ന്യായമായ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും നടത്തിത്തരും. അതൊന്നുമല്ല സ്വാമി, എനിക്കൊരു ഭാര്യയുണ്ട്, അവൾക്കൊരു അനിയത്തിയുണ്ട്, ആ അനിയത്തിക്ക് ഒരു ഭർത്താവും ഉണ്ട്. എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത്? നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി. ഒറ്റ ഭർത്താവേ ഉള്ളൂ. ആ ഭർത്താവ് ആരാണെന്ന് കുറച്ചു കാലം മുമ്പ് വരെ ക്ലിയർ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് സീനിലേക്ക് വേറെ ഒരാളും കൂടെ വന്നു. ഇപ്പൊ അവർക്കിടയിൽ ഞാൻ അവളുടെ സ്വന്തം ഭർത്താവ് ആരാണെന്ന് അറിയാതെ പെട്ട് നിൽക്കുവാ സ്വാമി. ഇറങ്ങ്. ചിലപ്പോ കല്യാണം കഴിഞ്ഞെന്ന് പറയും, ചിലപ്പോ കല്യാണം കഴിഞ്ഞില്ല എന്നും പറയും. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ സ്വാമി. ഇത്തരം കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാവില്ല. നീ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം മോനെ. അങ്ങനെയാണോ? അതെ. അമ്പലത്തിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നേ? എനിക്ക് ദൈവഭക്തി കൂടുതലല്ലേ നിന്നെ പോലെ, അതുകൊണ്ടാ കൊണ്ടുവന്നത്. നിന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്ക് ദൈവഭക്തിയൊക്കെ ഉണ്ടോ? വലിയ പൂജ എന്തെങ്കിലും ചെയ്ത കാര്യം നടക്കോ സ്വാമി? നിങ്ങൾ എന്ത് പൂജ വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. നീ അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും പൂജ ഉണ്ടാവില്ല മോനെ. അങ്ങനത്തെ എല്ലാ ശ്രമവും നടത്തിയിട്ട് കണ്ടെത്താൻ പറ്റത്തോണ്ടല്ല ഞാനിപ്പോ അമ്പലത്തിലോട്ട് വന്നത് സ്വാമി. ഞാൻ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ദേവി തന്നെ ശല്യപ്പെടുത്തരുത്. ദൈവത്തിന് പോലും ഇപ്പൊ എന്നോട് ന്യായം കാണിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? എന്താ വരാത്തെ? ഒന്നുമില്ല. എന്നാ വാ. ആവണി എന്താ ഇവന്റെ കൂടെ വരുന്നത്? ഇന്നെന്റെ ഭർത്താവിന്റെ കൂടെ അമ്പലത്തിലേക്ക് വരേണ്ടതിന് പകരം ഇവന്റെ കൂടെ എനിക്ക് വരേണ്ട അവസ്ഥ വന്നല്ലോ. അവൻ ഈ ഭർത്താവുമായിട്ട് വരുന്നുണ്ട്. എന്നെ പോലെ സ്വാമിക്ക് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ എന്തായി സംഭവിക്കുന്നേ? അവന് കാണാതെ ഒളിച്ചിരുന്ന് എല്ലാ സത്യങ്ങളും ഇന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ഒരു സെക്കൻഡ് അവനി. ഹലോ സൂര്യ, പറ. ഞാനിപ്പോഴും എറണാകുളത്ത് തന്നെയാ. ദുബായിലേക്ക് തിരിച്ച് എത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ടെത്തും. ഓക്കെ? ഇന്നേരം കൊണ്ട് വികാസ് ആവനിയെ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോയി കാണും. എനിക്കും ശ്രീകരനെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണം. ഗുരുവായൂരപ്പ, ഈ വർക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഹായ്, നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഷുവർ. നിങ്ങളുമായിട്ട് അടുത്ത മാസം 6-ാം തീയതി ശ്രീകർ സാറിന്റെ കല്യാണമാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ആവനെയാണെങ്കിൽ ഏട്ടാന്ന് പറഞ്ഞ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന പോലെ ശ്രീകർ സാറിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ബന്ധത്തിൽ പെട്ടതല്ലേ, ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ കറങ്ങുന്നേ. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുള്ളതുപോലെയാ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനത്തെ ഒരു കാര്യമില്ല. ആരെപ്പ എങ്ങനെ മാറുമെന്ന് അറിയില്ല. മേഡം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. ഇവർക്ക് ഇത്രയ്ക്ക് സംശയം തോന്നാൻ പാകത്തിന് അവർ അടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരെയും ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞ കാര്യം ആവനിയുടെ അടുത്ത് പോയി പറയരുതേ. യു ആർ മൈ വെൽ വിഷേഴ്സ്. ഞാനെന്തിനാ അവളോട് പറയുന്നേ? അവന് എന്തെങ്കിലും ഓവർ ആക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ മാം. താങ്ക്സ്. എന്നിട്ട് ആവനെ അകത്ത് തന്നെയുണ്ടോ? ഇല്ല, നേരത്തെ ഒരാള് വന്നിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. അയാളാണ് അവനിയുടെ ഭാവി ഭർത്താവ്.
ആണോ? അവന് വരുമ്പോ ചോദിച്ചു നോക്ക്. ശരി. ഹായ്. ഹോ, എന്താ പെട്ടെന്നൊരു സർപ്രൈസ്? വീട്ടിലിരുന്ന് ബോറടിച്ചു. നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നതാ. ആണോ? എന്നാലേ ഇരുന്നോളൂ. ഇവിടെ വേണ്ട, പുറത്തിറങ്ങിയിട്ട് സ്പെൻഡ് ചെയ്താലോ? പുറത്തേക്കോ? പ്ലീസ്. ആ, നേരത്തെ എന്നോട് അവനെയും പറഞ്ഞിരുന്നു അവളുടെ കൂടെ എങ്ങോട്ടെങ്കിലും വരാവോ എന്ന്. അപ്പൊ തന്നെ വികാസം വന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പുറത്ത് കറങ്ങാൻ പോയി. അവര് ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്നവരാ. നമ്മളും ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്നവരാ. അപ്പൊ അവര് രണ്ടുപേരും പോയിട്ടുണ്ടെങ്കിൽ നമുക്കും പോയിക്കൂടെ? അവര് പൂവും പൂമ്പാറ്റം പോലെ കറങ്ങുന്നില്ലേ, അപ്പൊ നമുക്കും കറങ്ങണ്ടേ? കല്യാണത്തിന് മുമ്പ് സ്വീറ്റ് മെമ്മറീസ് അവർക്ക് മാത്രം മതിയോ? നമുക്ക് ആവശ്യമില്ലേ? ഒന്ന് പറയൂ ശ്രീകരേട്ടാ. നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിൽ ന്യായമുണ്ട്. നമുക്ക് എന്നാലേ പുറത്തു പോയാലോ? വർക്കൊക്കെ കഴിഞ്ഞോ? അവനിയുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടേ എനിക്ക് വർക്കെല്ലാം ഇപ്പൊ ഈസി ആയിട്ടുണ്ട്. അല്ല, അവനി വികാസിന്റെ കൂടെ പുറത്തു പോയപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നോ? വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനാ നിർബന്ധിച്ച് അവളെ കൂടെ വിട്ടെ. അതെന്തായാലും നന്നായി. അവനിക്ക് കുറച്ച് നാണം കൂടുതലാ. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻകറേജ് ചെയ്തോണ്ടിരുന്നാ മതി. എന്തായാലും ഏട്ടന്റെ ബന്ധുവല്ലേ, അവൾക്ക് നല്ലൊരു ലൈഫ് കൊടുത്തതുപോലെയാവും. ഷുവർ. നമുക്ക് ഇറങ്ങിയാലോ? അവിടെ പോയിരുന്നോ? ഞാൻ ഡ്രൈവ് ചെയ്യുന്നു ഹരിക. ഏട്ടനോ? അവന് പറഞ്ഞു തന്നു. പതുക്കെ പതുക്കെ പഠിച്ചെടുത്തു. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അവൻ എത്ര ഈസി ആയിട്ട് നന്നായിട്ട് എന്നെ പഠിപ്പിച്ചെന്നറിയോ? എന്റെ മുമ്പിൽ വെച്ച് അവളെ പുകഴ്ത്തരുത്, എന്റെ നെഞ്ച് എരിയുന്നുണ്ട്. അവനെ കുറിച്ച് പറയുമ്പോ നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? അവനിയുടെ ടാലന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോ അവനി ഉണ്ടായിരുന്നെങ്കിൽ മാലയിട്ട് ആദരിച്ചാലോ എന്ന് വിചാരിച്ചതാ. ശരി, കീ ഇങ്ങത്താ. കിസ്സോ? കിസ്സൊന്നും അല്ല, കീ തരാനാ പറഞ്ഞേ. ഞാനത് അങ്ങനെയല്ല കേട്ടത് കേട്ടോ. നിങ്ങൾ പോയി പ്രദർശനം നടത്തിയതിനു ശേഷം പൂജ നടക്കുന്നിടത്തേക്ക് വന്നോളൂ. ആയിക്കോട്ടെ സ്വാമി. നമസ്കാരം സ്വാമി. ശുഭം ഭൂയാത്. ആ നിൽക്കുന്ന ആളാണോ നിന്റെ ഭർത്താവ്? ഇപ്പൊ അവൻ എന്ത് പറയുമെന്നറിയണം. അയാളാണ് എന്റെ ഭർത്താവെന്ന് പറയുവോ, അല്ലെങ്കിൽ കെട്ടാൻ പോകുന്നവനാണെന്ന് പറയുവോ? മോള് മറുപടി പറഞ്ഞില്ല. അയാൾ എന്റെ ഭർത്താവല്ല സ്വാമി. അറിയാവുന്ന ഒരാളാ. ഞാൻ പ്രതീക്ഷിച്ചത് രണ്ടും പറയാതെ മൂന്നാമതൊരു രീതി പറഞ്ഞ എന്താ? അയാളുടെ കൂടിങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. നിങ്ങളോട് ഇതിനു മുമ്പ് എന്റെ വിഷമങ്ങൾ സൂചിപ്പിച്ചതുപോലെ എന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ വന്നു എന്ന് കരുതുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്നെ വരിഞ്ഞു മുറുക്കും. അവന്റെ കൂടെ കണ്ടപ്പോ അവനാണ് നിന്റെ ഭർത്താവെന്ന് തെറ്റിദ്ധരിച്ചുപോയി. അപ്പോ പൂജയ്ക്കെന്താ മോളുടെ ഭർത്താവ് വരുന്നില്ലേ? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെന്താ പൂജ നടത്തുന്നില്ലേ മോളെ? അപ്പൊ നീ ആ ചരട് കെട്ടി കൊടുക്കുന്നില്ലേ? നിലവിലെ ചോദ്യങ്ങൾക്ക് എന്റെ അടുക്കൽ മറുപടി ഇല്ല സ്വാമി. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ചരട് ഇതാ മോളെ. ദൃഷ്ടിച്ചരട് കെട്ടിക്കഴിഞ്ഞാ നരദൃഷ്ടിയും നരിദൃഷ്ടിയും പതിയാതെ ഇരിക്കുന്നത് പോലെ ഈ ചരട് നിന്റെ ഭർത്താവിന് കെട്ടിക്കൊടുത്താൽ നിന്റെ ഭർത്താവിനെ ഇത് ഒരു ദൃഷ്ടിയും പതിയാതെ രക്ഷിച്ചോളും. ശരി മോളെ, അദ്ദേഹം വന്നു കഴിഞ്ഞാ എന്റെ അടുത്തേക്ക് വന്നാ മതി. അതിനുള്ളില് ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള പൂജ നടത്താനുണ്ട്. ആവട്ടെ സ്വാമി. എന്റെ ഏട്ടനിപ്പ എന്റെ കൂടെ വന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തില് ഇങ്ങോട്ടേക്ക് വരുമെന്നാ എന്റെ മനസ്സിൽ തോന്നുന്നത്. ഈ സ്വാമിജിക്കാണെങ്കിലും എന്നെ പോലെ ഒട്ടും ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സ്വാമി, ഏതെങ്കിലും ഒരു വിധത്തില് എന്റെ ഏട്ടനെ നിന്റെ സന്നിധിയിലേക്ക് എത്തിക്കണേ. നിന്റെ രക്ഷ എന്റെ ഏട്ടനുണ്ടാവണം. എനിക്ക് ഏട്ടന്റെ കയ്യിൽ ആ ചരട് കെട്ടണം.
എന്തെങ്കിലും സംസാരിച്ചൂടെ ശ്രീകരേട്ടാ? നിന്റെ വികാസ് എത്ര ലക്കിയായ ആളല്ലേ. അതെന്താ ശ്രീകരേട്ടാ? അവനെ പോലെ സുന്ദരിയായ ബുദ്ധിയുള്ളൊരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടാൻ പോവല്ലേ. അവനീ എന്നേക്കാൾ സുന്ദരിയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? നല്ല വൃത്തിയായിട്ട് ഉത്തരം പറഞ്ഞല്ലോ. ശരി, സത്യം പറയട്ടെ. പറഞ്ഞോളൂ. അവനി സത്യമായിട്ടും നിന്നെക്കാളും സുന്ദരിയാണ്. ഭാര്യയാകാൻ പോകുന്നവളോട് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയൂ? ഞാൻ സത്യം പറഞ്ഞതല്ലേ. അപ്പോ നിങ്ങൾ എന്റെ കാര്യത്തിൽ ലക്കിയല്ലേ? നീയും സുന്ദരി തന്നെയാണ്, കുറച്ചൊക്കെ ബുദ്ധിയുണ്ട്. കൂടാതെ നിന്റെ ജാതകവും എന്റെ അമ്മയുടെ ജാതകവും ഒന്നല്ലേ. അത് മാത്രം മതി നിനക്കെന്റെ ഭാര്യയായിട്ടും എന്റെ അമ്മയുടെ മരുമകളായിട്ടും വരാൻ. എനിക്കൊരു ഇമ്പോർട്ടന്റ് മെയിൽ അയക്കാനുണ്ട്, ഒരു 5 മിനിറ്റ്. ഞാൻ അതിനിവിടെ നിന്നെ കാത്തിരിക്കൊന്നും അല്ല. എന്റെ ഏട്ടൻ വന്നിരുന്നെങ്കിൽ നന്നായെന്ന് പ്രാർത്ഥിക്കായിരുന്നു. അവിടെ വികാസ് ഫോണിൽ ബിസി, ഇവിടെ ആവനി വെയിറ്റിംഗ്. അടുത്തത് ഇനിയിപ്പോ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നേ? എടാ മോനെ, ഇവരിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഇതെന്താ, ഇതൊന്നും ചേരുമ്പടി ചേരുന്നേ ഇല്ലല്ലോ. ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്കോ സിനിമയ്ക്കോ കൊണ്ടുപോകുന്ന കരുതി അമ്പലത്തിലേക്ക് വന്ന എന്തിനാ? നിനക്ക് ദൈവഭക്തി കൂടുതലല്ലേ. അതുപോലെ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താ, നിനക്ക് ഇഷ്ടമല്ലേ? അയ്യോ, എന്താ ഏട്ടാ, അമ്പലം പൂജ എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ജീവനാ. എന്ന് നടക്ക്. അവനി അവിടെ ശ്രീകറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് മനസ്സിലായി. ശ്രീകറാണെങ്കിൽ അവളുടെ കൂടെ വരുന്നു. ജോഡികളെല്ലാം കോളത്തിൽ വന്നിട്ടുണ്ട്. ആരാരുടെ ആരാണെന്നും ആരുടെ കയ്യിൽ ആര് ചരട് കിട്ടുമെന്നും എനിക്കിന്ന് കാണണം. ശിവനെ, എന്നെ നീ ഇപ്പോഴും ഈ ഭൂമിയിൽ നിർത്തിയത് എന്തിനാ? ഇതുപോലെയുള്ള വട്ടൊക്കെ കാണാൻ വേണ്ടിയാ? ശ്രീകർ ഇങ്ങോട്ട് വരുമെന്ന കാര്യം അവന് പ്രതീക്ഷിച്ചയില്ലേ? അതുകൊണ്ടാണ് ഇനി അവള് ഷോക്കായത്. ഇത് സ്വപ്നമല്ല, സത്യമാണ്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടതാണ്. എന്റെ ഏട്ടനെ അമ്പലത്തിലേക്ക് അയച്ചതാണ്. എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ടാകെ തെളിഞ്ഞല്ലോ. പക്ഷെ ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ട് എനിക്ക്. ഏട്ടാ, അല്ല, അവന് വീണ്ടും ഞെട്ടിയത് എന്തിനാ? അതോ കൂടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഇപ്പോഴാണോ അവള് കണ്ടത്? ഈ പെരുങ്കള്ളി കൊണ്ടുവന്നതായിരുന്നോ? അപ്പോ ഈ വികാസ് നിഹാരികയ്ക്ക് ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു എന്ന് സാരം. കോൾസിനിടയിൽ ബിസി ആയി പോയി, സോറി അവനെ. അകത്തേക്ക് ചെന്ന് അർച്ചന നടത്താം, വാ. എന്താ നോക്കുന്നേ? നടക്ക്. ചെല്ല്. ആഹാ, നിങ്ങളും ഇങ്ങോട്ടെത്തിയോ? ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. ഇപ്പോഴാ ശരിക്കും സന്തോഷമായത്. നിങ്ങൾ 4 പേരെയും കാണുമ്പോ എനിക്കക ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയെന്ന കാര്യം ശ്രീകരേട്ടൻ പറഞ്ഞപ്പോ ഏതെങ്കിലും പാർക്കിലേക്കോ റെസ്റ്റോറന്റിലേക്കോ പോയെന്നാ കരുതിയത്. നീ ഇറങ്ങിയ ഉടനെ തന്നെ നിഹാരിക വന്നു. അവനി പുറത്തേക്ക് പോകാൻ വേണ്ടി വാശി പിടിച്ചു. റെസ്റ്റോറന്റിനേക്കാളും അമ്പലമാണ് നല്ലതെന്ന് തോന്നി. സാരയില്ലേട്ടാ, എന്തായാലും എന്താ, നല്ല സമയത്ത് നല്ല സ്ഥലത്തേക്ക് തന്നെയല്ലേ എത്തിയത്. ദൈവത്തിന്
ആരെ എപ്പോ എങ്ങോട്ട് വിളിച്ചു വരുത്തണോന്ന് നന്നായിട്ടറിയാം. ഇപ്പൊ എന്താ പറയുന്നത് ആവനി? ഒന്നുമില്ല നിഹാരിക. ഇന്നിവിടെ അമ്പലത്തില് ഒരു ചടങ്ങുണ്ടെന്ന് നേരത്തെ സ്വാമിജി ഭക്തരോട് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. ചടങ്ങുണ്ടെന്നോ? എന്താ അത്? ഭാര്യയാകാൻ പോകുന്നവരും കല്യാണം കഴിഞ്ഞവരും പൂജ ചെയ്ത് ദൈവത്തിന്റെ മന്ത്രിച്ച രക്ഷാചരട് പുരുഷന് കെട്ടിക്കൊടുത്ത അതിന്റെ ശക്തി കൊണ്ട് അവര് തമ്മിൽ ഒരിക്കലും പിരിയില്ലെന്നാ. ആണോ? എന്നാ ഞാൻ ശ്രീകരേട്ടനെ കെട്ടിക്കൊടുക്കാം. അവനി നിന്റെ കയ്യിലും കെട്ടിക്കോളൂ. അവന് വികാസനത്തിന് അത് കെട്ടിക്കൊടുക്കുന്നേ? ശ്രീകരനല്ലേ അവളെ കെട്ടിക്കൊടുക്കേണ്ടത്? ഇത് അമ്പലമായിപ്പോയി. അല്ലെങ്കിൽ ഒരു കോട്ടം എടുത്തടിക്കായിരുന്നു. ആ പൂജ എന്തായാലും നന്നായി നടക്കട്ടെ. രണ്ടുപേർക്കും ചരട് കെട്ടാം. അതിന്റെ ശക്തി കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. എന്റെ ഭാര്യയാകാൻ പോകുന്ന അവനി എനിക്ക് ആ ചരട് കെട്ടിത്തരും. താങ്ക് ഗോഡ്. ഇതുവരെ ഒരു കഥ, ഇനി അങ്ങോട്ട് വേറെ ഒരു കഥ. ഇനി എനിക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടിക്കോളും. അവനി ആരുടെ കയ്യിലാണോ ചരട് കിട്ടുന്നത് അവനാ ഭർത്താവ്. നടക്ക്, എല്ലാവർക്കും സ്വാമിയെ പോയി കാണാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഷോക്കായി പോയോ അവനി? എന്ത് നടന്നാലും അതെന്റെ നല്ലതിന് അനുഹാരിക. നടക്ക്. നടക്ക്. സ്വാമി, എന്റെ ഭർത്താവ് വന്നു. ഇദ്ദേഹമാണോ? അതെ സ്വാമി, ഇദ്ദേഹമാണ്. വളരെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അവനി. ഇദ്ദേഹം എന്ന് പറഞ്ഞെങ്കിലും രണ്ടുപേരിൽ ആരെ നോക്കിയാ പറഞ്ഞെന്ന് എനിക്കും ഒരു ക്ലാരിറ്റി ഇല്ല, സ്വാമിക്കും ഒരു ക്ലാരിറ്റി ഇല്ല. അവനി, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോകുന്നതുകൊണ്ട് ബഹുമാനത്തോടെ ഇദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? അതങ്ങനെയല്ലേ ബ്രോ? താങ്ക് യു അവനി. സ്വാമി, എന്റെ ഭർത്താവും വന്നിട്ടുണ്ട്. അല്ല, എന്റെ ഭാവി ഭർത്താവും വന്നിട്ടുണ്ടെന്ന്. എനിക്കും ഇന്ന് അദ്ദേഹത്തിന് ആ ചരട് കെട്ടിക്കൊടുക്കണം. നല്ലത് മോളെ. നിഹാരിക ആരെ പറ്റി പറയുന്നത്? എല്ലാത്തിനും കയറി ഇങ്ങ് പൊട്ടിച്ചാലോ? ഇവരെന്തിനാ എന്റെ ജീവിതം വെച്ച് ഒളിമ്പിക് ഗെയിംസ് കളിക്കുന്നത്? ആദ്യം നിങ്ങള് കാലുകൾ കഴുകി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് ഗർഭഗൃഹത്തിന് മുമ്പിൽ നിന്നോളൂ. പൂജയ്ക്കിരുന്നിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് ചരട് കെട്ടിക്കൊടുക്കാം. ആവട്ടെ സ്വാമി. പോയി വരൂ. ഏട്ടാ, വാ നമുക്ക് പോവാം. ചെല്ല്. ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ഏട്ടന് ചരട് കെട്ടിക്കൊടുക്കും. ശ്രീകരന് ചരട് കെട്ടിക്കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാവും. അതെങ്ങനെ നടക്കുമെന്ന് എനിക്കും ഒന്ന് കാണണം. എന്റെ ഏട്ടന്റെ കൂടെ നിന്ന് ഭാര്യയുടെ സ്ഥാനത്ത് നടക്കേണ്ടത് ഞാനാ, നീയല്ല. നടക്കുന്നതൊന്നും നിന്റെ വിജയമായിട്ട് നീ കാണണ്ട. ഞാൻ എന്റെ ഏട്ടന്റെ പാദങ്ങളെ പിന്തുടർന്നോളാം.
എല്ലാം വളരെ കൂളായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ അന്വേഷിക്കുന്നത്ര ഇനി എപ്പോൾ കിട്ടുമോ എന്തോ.